അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നേന്ത്രപ്പഴവും ബ്രെഡും മുട്ടയും കൊണ്ട് വളരെ സിമ്പിളായിട്ടും അതുപോലെ ഒരു 10 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി കാണാം. അതിനായിട്ട് നല്ലതുപോലെ പഴുത്ത ഒരു നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി 2-3 പീസ് ബ്രെഡും കൂടി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബ്രെഡ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ടും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതുപോലെ തയ്യാറാക്കി കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാനും പറ്റും. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് 1/2 കപ്പ് പാലും കൂടെയാണ്. അതും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മിക്സി മൂടി വെച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് സ്വല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ കേക്ക് ടിന്നിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട്. അത് നമുക്കിതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്ന് ഇതേപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇതിന് മൂടി വെച്ച് ഒരു 20-25 മിനിറ്റോളം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതൊരു 25 മിനിറ്റോളം കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലതുപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.